അപ്പൊ കൊറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പോലും പറഞ്ഞു. അത് ഇങ്ങക്ക് എന്താണ് ആമ ശ്വാസം എടുക്കാൻ വരുന്ന മോളിക്ക്. സൂപ്പർ. അറിവിന്റെ നിറകുടം. ദ്വീപത്തെ വിക്കിപീഡിയ. കണ്ടോളി കുട്ടികളെ. ലുക്കുമാര് 5 മിനിറ്റ് കാക്ക എന്താട്ടി മോനെ 5 മിനിറ്റ് ലിവർ ഒന്ന് കുടിച്ചാർന്നു. ലിവർ കുടിച്ചാണ് ഈ പുറം കാണുന്നത്. എടാ അജ് മിന്നിയോ സമ്മതിച്ച് ഐലൻഡ് കൊണ്ടുപോയിട്ടേ പതുക്കെ അജ്ജ് സ്കൂട്ടായ വിശേഷമായി. എടാ ഇതെന്താ സസ്പീഷ്യസ് ആയിട്ടൊരു ചെരുപ്പ് പോലെ. ഇത് വാറ് പൊട്ടിയതാണ്. ഞാൻ വിചാരിച്ചു ലുക്കൂടെ കൊണ്ടുവന്നാണ് ആൾക്കാരെ വെട്ടണ വിചാരിച്ചു. അടച്ചോനെ ഞാൻ കാളി പിടിച്ചോ. അതിന്റെ അമ്മേ മീനെ പിടിച്ച നല്ല ഇടങ്ങേറുകള്. അതിനകത്ത് പോയിക്കിട ഇങ്ങനൊരു മീൻ പൊള്ളിച്ച് വെച്ചിട്ടേ അതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഞാനിപ്പോ ചിക്കനൊക്കെ ഇപ്പൊ തിന്നാൻ തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. സമ്മതിച്ചടാ തന്നെ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്നത് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ 2ാമത്തെ ദിവസമാണ് ലക്ഷദ്വീപിൽ. അപ്പോൾ നമ്മൾ സ്കൈ ഡൈവിന് വേണ്ടി പോകുക കേട്ടോ. സ്കൈ ഡൈവിൻ്റെ ടീം അവിടെ ഉണ്ട്. സ്കൈ ഡൈവിന് ഒരു ലോഡ് ടീമുണ്ട്. സോറി ഗൈസ്, സ്കൂബ ഡൈവ് മാറിപ്പോയി. രണ്ടും ആയിക്കോട്ടെ, എല്ലാം സംസാരിക്കണം. ഒന്നായിക്കോട്ടെ. നിജുമനെ ആരോ മെസ്സേജ് കണ്ട് വിളിച്ചവരവിടെ പോയി. പെരും കാറ്റാണ്. അപ്പം ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. നമ്മളെ ചെക്കൻ ലുക്കും മറ്റേ ദീപുണ്ട കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദീപുണ്ട ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത്. എന്തോ സംഗതിയിൽ പൊതിഞ്ഞൊക്കെ ചെയ്തിരിക്കണേ. പെരും കാറ്റാണ് ഇവിടെ. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. വേറെ ദ്വീപ് ഞങ്ങളുള്ളത് അഗട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് മറ്റേ ചെമ്പ്രോത്തോ അല്ല ഇവിടെ ആന്ത്രോത്ത് അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. അതേപോലെ കൊരട്ടിയോ അങ്ങനെ എന്തൊരു ദ്വീപില്ലേ എനിക്കറിയാത്തതുകൊണ്ടാട്ടോ. നമുക്ക് അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ ഇവിടുന്ന് വൈറ്റപ്പ് ചെയ്യട്ടെ. നമ്മൾ പരിപാടിക്ക് പോകട്ടാ. ഇവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും അടുത്ത പരിപാടി അടച്ചോനെ ഗ്യാസും കുറ്റിയൊക്കെ മേത്ത് കയറ്റാല്. രണ്ടാളോ അതാ പോണേ. കാറ്റായിരിക്കും, പറയണതൊന്നും കേൾക്കില്ല. എല്ലാവരും ക്ഷമിക്കുക, പെരും കാറ്റാട്ടോ. അല്ല ഞാൻ മൈക്കിടലുണ്ട് നോർമലി. മൈക്കിലാവുമ്പോ പിന്നെ നോയ്സ് ക്യാൻസലേഷൻ വരും കുറേയൊക്കെ. അപ്പൊ കിറ്റ് ഇപ്പൊ തന്നെ തോളിലിട്ട് പോയിക്കൂടെ? അതിന് വെയിറ്റ് ഉണ്ട്. ഞാൻ ഒരു പോണ വെറുതെ വീട്ടെടുത്തൊക്കെ വേവ്സിന്റെ ഒരു ടീം അവിടെ എത്തി, ഒരു ടീം അവിടെ ഉണ്ട്. കുറച്ച് നേരമായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ എപ്പോഴാണ് പൊന്തിയത്. ഇപ്പൊ സമാധാനമായി. ഒക്കെ വെള്ളത്തിന്റെ മുകളിലെത്തിയത്. ഇതുവരെ ഒക്കെ താഴ്ത്തിയിരുന്നു.
അടിപൊളിയാണ്. ആകെ ഡീസ്കായിട്ട് അടിപൊളി എത്തിക്കണേ. കുറെ നേരമായി ഞാൻ അങ്ങനെ കാത്തിക്കണേ, വേറെ പൊന്തിയിട്ടില്ല, ഇനിയിപ്പോളാ ഒന്ന് പൊന്തിയത്. സുബ്ഹാനെ. ഇവിടെ വേറൊരാൾ ഇറങ്ങാൻ പോണ്. ഒരാൾ ഇറങ്ങി കുട്ടി സാങ്കരമായി ഇങ്ങനെ വരുന്നുണ്ട്. വെള്ളം കുടിച്ചോ? ഉപ്പുവെള്ളം കിട്ടീണ്, ഉപ്പുവെള്ളം കിട്ടീണ്. എങ്ങനെയെങ്കിലും ബാഗൊന്ന് ഊരി തരും, ഞാനൊന്ന് കര വെച്ചിട്ട് കുടിക്കുന്നില്ല. അപ്പൊ ഗായ്സ്, നമ്മള് സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്ത് വന്ന് ഫുഡ് കഴിച്ച് പിന്നെ നേരെ അല്ല ലുക്ക് വിളിക്കണ്ടാ. അയ്യോ ഞാൻ പോയി, സമയമില്ല, തിരിച്ചു വരുമ്പോൾ. അപ്പൊ ഞമ്മള് നേരെ എന്തിനു പോന്നേ? ആ ഗ്ലാസ് ബോട്ടില് കടലിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മുന്നിൽ നമ്മളെ കപ്പിൾ ടീം ഉണ്ട്, ലുക്കുണ്ട് മുന്നിൽ. ഏതായാലും പോയേക്കട്ടെ. സ്കൂബ ഡൈവിങ് മാരക എക്സ്പീരിയൻസ് ചെയ്യുന്നുട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനോടകം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വീഡിയോ എടുത്തോ, വീഡിയോ എടുക്കുന്നത് മണ്ണാട്ടി കൊടുക്കുക. ഇതിലെ കണ്ടി പോണ്ടേ ആകെ എത്ര പരിപാടി. പെന്നും പെൻസിലും ഫോണൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്തിരിക്കണം.
അപ്പം എൻ്റെ ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചാൽ. നെജ്മ ചെയ്യുന്ന കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വെച്ചിട്ടും ഏതൊരാൾക്കും ഏത് സമയത്തും ഓൺലൈനായിട്ട് വീഡിയോ കോൾ വഴി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇംഗ്ലീഷ് കഫേ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്താ? ഓരോ സ്റ്റുഡൻസിനും പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ടാവും. ഒരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പേടിയില്ലാതെ നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ. അവരെ ക്ലാസ്സുകളിൽ ഒരുപാട് സ്പീക്കിംഗ് സെക്ഷൻസ് ഉണ്ട് എന്ന് കേട്ടോ, സത്യമാണോ? അതെ. നമുക്ക് നമ്മളെ ട്യൂട്ടറെ അല്ലെങ്കിൽ ആ ടീച്ചറെ വിളിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എഫിഷ്യൻസി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ അവർ എന്തോ ഒരു മാജിക് കോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഓർത്തിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ആ കോഡ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് കുറേ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലേ? അവർ കോഴ്സ് കംപ്ലീഷനിൽ അവരൊരു ISO സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ അവരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. യെസ് ഗൈസ്, ഇത് എയർപോർട്ടാട്ടോ. എയർപോർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെ വലിയ കാറ്റില്ലല്ലോ. അങ്ങോട്ട് നല്ല കാറ്റുണ്ട്, ഇവിടേക്ക് കാറ്റ് കുറവാ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ കയറാൻ പോവുകയാണ്. പോയാക്കട്ടെ. ഇവിടേക്ക് വലിയ കാറ്റും അലമ്പൊന്നുമില്ല, അങ്ങോട്ട് പെരും കാറ്റാണ്. അപ്പോൾ പറയണൊന്നും ക്ലിയർ ആവില്ല. ഇനിയിപ്പോൾ കടലിക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് വേറെ രസമുണ്ട്. ഇത് കുറച്ച് നനയേണ്ടി വരുമല്ലോ. ഇത് കുറച്ച് നനയേണ്ടി വരും. കുഴപ്പമില്ല. ലുക്കു നാക്കിൽ ഇത് കൊടുന്നേണ്, കോട്ട് കൊടുന്നേണ്. നമ്മൾ കോട്ട് കൊടുന്നില്ല. ആയിക്കോട്ടെ, അങ്ങോട്ട് തീരെ ഇറങ്ങുമ്പോൾ കയറാം. യെസ് ബോയ്. അങ്ങനെ നമ്മൾ ബോട്ടിലെത്തി. മാഷാ അല്ലാ. ഇത് ഇവിടെ ഉണ്ടേ, ചെരുപ്പ് ഇവിടെ ഉണ്ടോ? അങ്ങനല്ലേ? ആയിക്കോട്ടെ. ഗ്ലാസ് കയറി വരൂ ഗൈസ്, കയറി വരൂ. ഇനി ഇപ്പുറത്ത് ഇരിക്കുക, ഒന്ന് ബാലൻസ് ആക്ക്. ഇതൊരു ബാലൻസാണ് സംഗതി. ഇതൊന്ന് നിങ്ങൾ കയറിക്കോളി, നമ്മളെ ഒറ്റക്ക് കൂടെ എന്താ ആരെങ്കിലും കയറിക്കോളി. അയ്യോ, ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്തതാ. കാറ്റില്ലാത്തതുകൊണ്ട് ഒരു സുഖല്ലേ? ഏത് അത് കാണുമോ? അങ്ങനെ ഉണ്ടോ? ഓലെ പോവാ. ഓക്കെ, അത് പൊളിക്കും. അതാണ് ഗ്ലാസ് ബോട്ട്. വെള്ളം അടിയിൽ കണ്ടല്ലോ. ഈ ഷോർട്സിനെല്ലാം എടുത്തോ കേട്ടോ. നോക്ക് അടിയോക്ക്. ആമോക്ക്. വമ്പന. അതാണോ ഗ്ലാസ് കൂടെ ആയിക്കോ. ഓടി ഇതാ ആമ വമ്പനാമ്പ. ഒരു ബിഗ് ആമ അവിടെ ഉണ്ട് അല്ലേ? നൈറ്റ് പോയേക്കാം. പോവാ. അനാന്റെ ചിറാപ്പൂഞ്ചി. നമ്മളീ കണ്ടോട്ടെ. എന്തേ ബോട്ട് പോണല്ലേ? നമ്മളെ കണ്ടില്ലാറേണ്ട. ഇവിടെ കാറ്റ് പാകാണ്, അതുകൊണ്ട് നല്ല സുഖ, നല്ല രസട്ടോ.
ചിറാപ്പൂഞ്ചിന്റെ കൂട്ടുകാരൻ. ചിറാപ്പൂഞ്ചിന്റെ കൂട്ടുകാരൻ. വെള്ളത്തിൽ പോയി കേട്ടോ. വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ നിലം കാണുന്നുണ്ടോ? വെള്ളത്തിന്റെ നിലം കാണുന്നുണ്ട്. ഇതിൽ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാണ് അറിയില്ല. പക്ഷെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. യജമാന്റെ സെൽഫി കാട്ടിക്കൂട്ടലുകൾ. അല്ല റൂമിന്റെ ചാവി ഇതിലിട്ടില്ലേ? അല്ല ഇത് ക്ലോസ് ചെയ്താളെ. ഈ പിടിക്കോ കുറച്ചു നേരം? വെറുതെ അങ്ങനെ പടായി ഒട്ടിക്കല എഴുതിട്ടാ. ആയിക്കോ നോക്കിക്കളാ, വീഡിയോ അവിടെയാണേ. ഇതെന്താണ് ഇവിടെ ഒരു സംഗതി? കോറലേക്കും അല്ലേ? ഈ കറുപ്പ് ഇവിടെ ഒരു കറുപ്പ് ഇതുണ്ടോ? മിക്കവാറും കോറൽസേക്കാരത്. അതാണ് അങ്ങനെ കാണുന്നത്. അപ്പൊ ലുക്ക് നമുക്ക് ഇന്നലെ കുറച്ച് അറിവുകൾ പറഞ്ഞു തന്നീനി. ആ അറിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആ തിരാട്ടി കൊടുക്ക് ലുക്കേ. ആ അവിടെ കാണുന്ന തിരകളുണ്ടോ? ആ തിര എന്താ ഇവിടേക്ക് എത്താത്തത് എന്ന് പറഞ്ഞപ്പോ ലുക്ക് നമുക്ക് പറഞ്ഞത്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരട്ടോ. ലുക്ക് പറഞ്ഞ അറിവുകൾ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് ഞാൻ ചെയ്യണത്. ലുക്ക് പറഞ്ഞത് അവിടെയൊക്കെ കോറൽസ് ഉണ്ട്. കോറൽസുമ്പോ തട്ടിങ്ങാണ്ട് തിര സ്റ്റോപ്പാണ്. അപ്പൊ അങ്ങനെ പറയരുത്. ഇനി അന്നെ തെരഞ്ഞ ആൾക്കാർ വരണം കണ്ട്. അപ്പൊ അതാണ് ലുക്ക് നമ്മടുത്ത് പറഞ്ഞത്. അല്ല നമ്മളത് കഴിഞ്ഞോ? ഓ പൊളില്ലേ? ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. കാണാനൊക്കെ നിലാണ്. നമ്മള് പിന്നെ സ്കൂബ ഡൈവ് ചെയ്തപ്പോ ഇതൊക്കെ നല്ല ഉസാറായിട്ട് കണ്ടിക്കണ്. നിലം പൊത്തി നടക്കിയനെ കൂടെ. സ്കൂബ ഡൈവിന്റെ വീഡിയോ കിട്ടിയാൽ അത് നമ്മൾ കാണിച്ചു തരും. അത് മിക്കവാറും ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടി വരും. അത് ഇന്നത്തെ പക്ഷെ ഇന്ന് കിട്ടലുണ്ടാവില്ല വീഡിയോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ വീഡിയോ നാളെ ഇല്ല. നിങ്ങളാണ് ധൈര്യം. നിങ്ങളാണ് നമ്മളെ ധൈര്യം. കടലിന് പേടില്ല. അല്ല നിങ്ങള് ബൈക്കുമ്പോ മുന്നോദിച്ച മാതിരി ബോട്ടൊക്കെ മുന്നോദിച്ചു അങ്ങനത്തെ പരിപാടിയാ? തെറിപ്പിച്ച് പോകാനുള്ള പരിപാടി ഉണ്ടോ? ആ അത് പിടിച്ചാളട്ടോ ഒരു ധൈര്യത്തിന്. മൂപ്പര് ചിലപ്പോ പേടി ഉണ്ടോന്നൊക്കെ ചോദിച്ചാണ്ടേ വെള്ളത്തിലാണ്. ഇപ്പൊ ക്ലിയർ കൂടിയല്ലോ. എന്ത് സംഗതി? അതിന് വണ്ടിന്റെ അടിയിൽ കിട്ടണ്ടില്ലേ? നമ്മള് ഇന്നെടുക്കും. നമ്മൾ ഇന്നെടുക്കും. ആ വരും. നോക്കി നോക്ക്. ഇതില് കാട്ടിയെടുത്തോക്ക്. സൂപ്പർ. അത് സംഗതി അടിപൊളിയായി. എന്താ സൈസ് ആമല്ലേ? അതിനൊക്കെ എന്ത് പ്രായം ഉണ്ടാവും? അല്ല ആമ 100 ചില്ലാനം വർഷമൊക്കെ ജയിക്കൂലേ? അല്ല ഓന്റെ കയ്യിന്റെ അടയുന്ന സാധനം. നമ്മളീ വലിയ ബോട്ടിട്ട് കറക്കുമ്പോത്തിന് ആമ ചെറിയ 2 ഗജ്ജോണ്ട് ഒറ്റ തിരിച്ചില്ല. 2 തിരി. ഫോസ് ബൈറ്റ് അല്ലേ? ചകിരി കൊണ്ട് ഉണ്ടാക്കിയ റോപ്പ് കയറ്. ആമന്റെ നെയ്യ്. മുട്ടയിടണ ആമനെ പിടിക്കണം. മുട്ടയിടണ ആമന്റെ. ഓക്കെ. അടിക്കണം. പിന്നെ ആ കൊണ്ടുവന്നിട്ട് മലർത്തിയിടും. ഓരോ ആപ്പടിക്കും. 4 ആപ്പടിക്കും. ആ 4 ആപ്പിലേക്ക് 4 ചിറാവും കെട്ടിയിടും. എന്നിട്ട് ഫസ്റ്റില് അതിന്റെ ഇവിടുത്തെ ഓടിയിടും. അതിലത്തെ നെയ്യ്, പിന്നെ മേലത്തെ നെയ്യ്. അത് കഴിഞ്ഞിട്ട് ചാകണമെങ്കിൽ അതിന്റെ കൈത്തില്ലേ അത് മാറ്റണം. കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം.
എന്താ സെറ്റപ്പ് മുത്തേ, അതാണ് ഒറിജിനൽ കേട്ടോ. ഇപ്പൊ മുട്ടനെ ലുക്ക് ഇല്ല ഇല്ല ഇല്ല. ഒരു വെപ്പ് നെയ്ന്ന് പറഞ്ഞാല് കിലോ. ഇല്ലല്ല, അതൊക്കെ എന്റെ അടുത്താണ്. മൈക്ക് ഇന്റെല, ഞാൻ സംസാരിക്കണ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ കൊറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് പോലും പറഞ്ഞു. അത് ഇങ്ങക്ക് എന്താണ് ആമ ശ്വാസം എടുക്കാൻ വരുന്ന മോളിക്ക് ആമന്റെ കൊറേ വണ്ടർ കഥ മൂപ്പര് പറഞ്ഞോ. പണ്ട് കാലത്ത് ഇവര് ഈ ബോട്ട് ഉണ്ടല്ലോ, ഇതുപോലത്തെ ബോട്ട് ഉണ്ടാക്കിയിരുന്നത് കയറില്ല, നമ്മളെ ചൂടിക്കയറ് വെച്ചിട്ടായിരുന്നു. അപ്പൊ ആ ചൂടിക്കയറിന്റെ ഗ്യാപ്പുകൾ അടക്കാൻ വേണ്ടിയിട്ട് ഇവര് യൂസ് ചെയ്യുന്നത് ആമന്റെ നെയ്യ് എന്നിത്രേ. അത് വലിയ ആമന്റെ നെയ്യ്. അതിന്റെ കുറെ ഇൻട്രസ്റ്റിംഗ് കഥകൾ ഇവര് പറഞ്ഞു. അവിടെ ആക്കണോ? മീനിനെ കൂടി കണ്ടില്ലേ? പക്ഷെ മീൻ ഇത്രയും ചെറിയ സ്ഥലത്ത് ഉണ്ടാവില്ല. പോണു നീന്തി പോന്നു. ആക്കണേ സിഗ്നൽ കൊടുക്കണം. ആമ എവിടെ പോയി? അടിഭാഗം എല്ലാം ബോട്ട് വരുമ്പോ ഓടണ. എന്ത് ഭാഷടാ എന്തോ എനിക്ക് മനസ്സിലായില്ല. എന്തോ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല. വെള്ളം ചീറ്റൽ തുടങ്ങിയാലും മേത്തേക്ക് വെള്ളം അടിച്ചിട്ടുണ്ട്. ബോട്ട് ഫാസ്റ്റ് ഓടിയപ്പോ തെറിക്കൽ തുടങ്ങിയ വെള്ളം. അവിടെ ആമ പൊന്തി വന്ന നേരത്തെ. ആമ സർ അടിപൊളി. അത് വെള്ളം തെറിക്കുന്ന കപ്പിത്താ മുറിലേക്ക് കണ്ടോ. അങ്ങനെ അതിന്റെ അടിക്ക് വരുന്നില്ലേ? ആയെല്ലാം എടുത്ത് പോയാൽ പിന്നെയും കിട്ടുണ്ടാവും. ഇതൊന്നും വലിയ ആയല്ല, ചെറിയ ആയ വരണം. തേരടിക്ക് അങ്ങോട്ട് പോവാ. നല്ലോണം വെള്ളം തെറിച്ചിട്ടുണ്ട്. ആ സീന വന്ന് കുളിക്കണ്ടില്ലേ? നീ കുളിച്ചാ മതി. രസം അതൊക്കെ ആമേ. ഏയ് ആ മാമേ പറയാൻ പറ്റൂലേ. ഈറ്റ എത്ര വലിപ്പൊക്കെ ആവോ? അവിടെ ഒരു സെപ്പറേറ്റ് ഇതടിക്കണ പോലെ അല്ലേ? അടിപൊളി. അതെ, നല്ല ഉപ്പും ടേസ്റ്റ് ഉണ്ടോ? നെജ്മന്ന് സ്കൂബ ഡൈവിംഗിൽ എത്ര ലിറ്റർ വെള്ളം കുടിച്ചോ? നല്ലോണം കുടിച്ചിക്കണേ. സ്കൂബ ഡൈവിംഗ് കഴിഞ്ഞ് വന്നാണ്ട് ആളെങ്ങാണ്ട് ഒറ്റയടിക്ക് ഓക്സിജൻ കിറ്റാണ്ട് ഊരിട്ടോ. ഊരിയിട്ട്
ബേക്കിൽ തിര വരണൊന്നും കണ്ടിട്ടില്ല. തൊള്ളി പൊളിച്ചിങ്ങനെ നിൽക്കുക. 1 ലിറ്റർ വെള്ളം കുടിച്ചാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഛർദ്ദിച്ചാൻ പറ്റുന്ന അറിയണ്ടേന്. എന്നിട്ട് ഫുള്ള് പോയി ഛർദ്ദിച്ചിക്കണ്. പുറം കാട്ടി കൊടുത്താ നനഞ്ഞു. വെള്ളം തെറിക്കണേ കാണിക്കണ്ട അമ്മേ, മാറിത്. നിങ്ങൾ കളിപ്പിച്ചോടി തെറിപ്പിച്ചുണ്ടോ ഇന്റെ സൈഡില് മാത്രം? വാങ്ങിയ വേണ്ട, എന്നാ വേണ്ട. ഓക്കെ, കുഴപ്പമില്ല. കടലാവുമ്പോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. പാടത്തിന് ചളിയാന്ന് പറഞ്ഞാല് കടലാവുമ്പോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ഇവിടെ ആകെ നനഞ്ഞു. പേരും ഉപ്പ് ഒരു തുള്ളി ആകുമ്പോത്തിന് കോറൽസിന്റെ മേലെ കൂടെ പോകാൻ പറ്റുമോ? താഴത്ത് കാണോ? നൈസ് നൈസ് നൈസ്. പെരല് നാട്ടിലത്തെ പെരല്. അതാ കടലത്തെ പെരല്. അയ്യവാ കടലത്തെ പെരല്. കടലത്തെ പെരല്. നൈസ് 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 നൈസ്. ഇവിടുന്ന് പിന്നെ കണ്ടിട്ടാ നോട്ടെ. അതേ അത് ശരി. വള്ളത്തിൽ നിന്നാണ് എന്റെ അഭ്യാസം. ഇങ്ങോട്ട് കാട്ടി എന്നൊക്കെ പറയണേട്ടാ. ഇതിപ്പോ അങ്ങനെ നിക്കണേ വലിയ ഭാഗ്യം. സ്പോഞ്ച് ഉണ്ടല്ലേ. ലുക്ക് നമുക്ക് വേണ്ടി ബോട്ടിന്റെ ഗ്ലാസ് ശരിയാക്കി വരുന്നുണ്ട്. ഫ്രഷ് അടിയില് ക്ലീൻ ആക്കണ്ട. അത് ഫുൾ ടൈം കടലിൽ. അത് ഫുൾ ടൈം കടലില്ല. കടലിൽ എന്താ കാണാത്തവരൊക്കെ ജസ്റ്റ് കണ്ടളി. കോറൽസ് ഇത് 1 ml വളരണമെങ്കിൽ 10 വർഷം. 1 ml വളരാന് 1 mml 10 വർഷം. അപ്പൊ എത്ര വർഷം പഴക്കണ്ടാവില്ലേ അതിനൊക്കെ? മാൻ, അറിവിന്റെ നിറകുടം. ദ്വീപത്തെ വിക്കിപീഡിയ കണ്ടോളി കുട്ടികളെ. ദ്വീപത്തെ വിക്കിപീഡിയാണ്. ഇവിടെ കടലത്തിലേറെ വെള്ളപ്പോയി എന്റെ വേനലടി കൂടെ. ഇവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അടുത്ത കോറല്. ഒരു പ്ലാസ്റ്റിക് ഇതുപോലെ. മറ്റേതില്ലേ? ഞാൻ ആളെ കണ്ടേ അയിമ പോയി തൊട്ട്. അയിമ തൊട്ട മുറിയാവില്ലേ ചെറുതായിട്ട്? അത് കുറച്ച് ചില സ്ഥലത്ത് കോറൽമ ചോട്ടിയാ. അല്ല അതാരാണ്? നിമോ. അവൻ നിമോന്റെ വീടാണ്. അത് അതിന്റെ അകത്ത് കയറുമ്പോ എന്ത് ചെയ്യൂ? അത് ക്ലോസ് ചെയ്യൂ. നമ്മള് വീട് കൂട്ടി പോവില്ല, പുറത്തു കണ്ട് നിമോനെ കണ്ട്, നിമോന്റെ വീട് കണ്ട്. അങ്ങനെ പിന്നെ കാണുന്നില്ല. വൈറ്റ് പിങ്ക് കളർ അതൊക്കെ ലൈവാ. മറ്റേത് ജീവനുള്ളതാ. തെറ്റാണെങ്കിൽ അതിന്റെ കല്ലൊന്നും നമ്മള് കൊണ്ട് നിക്കുന്നില്ല. ഇതൊക്കെ എന്ത് രസല്ലേ കാണാം. അടിപൊളി അടിപൊളി. സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും. നല്ല രസമല്ല മീന്.
അടിപൊളി മീൻ ഗൈസ്. നമ്മൾ റിസ്ക് എടുക്കണ്ട നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കാര്യം ഉണ്ടായാൽ മതി. അതെ, ഞാനൊക്കെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്താണ്ടാ നിൽക്കണേ വീഡിയോ കിട്ടാൻ. ഇതിന്റെ BTS എടുത്തിട്ടാ, ഇതിന്റെ BTS എടുത്തിട്ടാ, ഇതിന്റെ BTS ഇട്ടണം. നിമോനെ കണ്ട് നിമോയിട്ട് എന്തേലും ബന്ധം ഇല്ലാത്തൊരു കണ്ട ചായ ലുക്കുമാൻ ബ്രേസ്ലെറ്റ് ഒക്കെ ഇവിടുന്ന് എടുക്കാൻ അറിയണ്ടേ എന്തൊക്കെ ലുക്കുമാനെ ഞങ്ങൾക്ക് അറിയില്ല പൊട്ടനാക്കിന് ഞമ്മക്ക് അറിയില്ല പറഞ്ഞാട് എന്തൊക്കെ വെറൈറ്റി മീനുകളാ ഇതൊക്കെ നിങ്ങൾക്ക് കാണണ്ടറിയില്ല. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്, കാണുന്നവര് കണ്ടോളി. അടിപൊളിട്ടോ, രക്ഷയില്ലാത്ത വിഷ്വൽസ്. നൈസ് നൈസ് നൈസ്. ഇഷ്ടം പോലെ ആ ഒരു കുഴപ്പമില്ല. എന്തായാലും പുറം തന്നെ, എന്തായാലും തന്നെ. ഞാനും ആണെങ്കിൽ ബാക്കിൽ നിന്നാണ്ട് കൺട്രോൾ ചെയ്യണോ? നമ്മള് റിസ്ക് എടുക്കാൻ തയ്യാറായി. നിമോന്റെ എന്തോ വലിയ പഞ്ചായത്ത് ഓഫീസ് എന്തോ ഉണ്ട് പറഞ്ഞു. ഓക്കെ, നിമോന്റെ പേര വലിയ പേരുണ്ട്, കൊട്ടാരപ്പേര. അപ്പൊ കൊട്ടാരപ്പേര കാണാൻ വേണ്ടിട്ട് പോവാണ്. ആ, തറവാട്ട് പേര. അകത്തിയിൽ നിന്നും ലുക്കുമാന്റെ നേതൃത്വത്തിൽ നിമോന്റെ തറവാട്ട് പേരേക്ക് പോയോക്കട്ടെ. കാണിച്ചു തരാം, എല്ലാവർക്കും കാണിച്ചു തരാം. ആകെ നനഞ്ഞ അരപ്പായിട്ടോ, നമ്മളാകെ നനഞ്ഞ അരപ്പായി. നിങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും സുഖം. നിങ്ങൾക്ക് പെരിയിൽ നിങ്ങളെ സുഖത്തിൽ ഇരുന്നിട്ട് ഈ വീഡിയോ കാണാം. നമ്മള് റിസ്ക് എടുത്ത് മഴയൊക്കെ കൊണ്ട് വെള്ളമൊക്കെ തെറിപ്പിച്ച് ഉപ്പും വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണോ ഈ വീഡിയോ സെറ്റാക്കാം. നാളത്തോട് കൂടി ലുക്കുമാനെ കംപ്ലീറ്റ്ലി എയറിലാക്കുന്നതായിരിക്കും. ഇപ്പൊ ഒരു 50% എയർ കിട്ടി. നാളെ എന്തായാലും വരും. നാളെ അന്റെ വിദഗ്ധമായ മീൻപിടുത്താണ് നമുക്ക്. നാളെ ചെക്കന്റെ നേതൃത്വത്തിൽ മീൻപിടുത്തുണ്ട്. ഇല്ല, ചോട്ടൂല. നിങ്ങളല്ല, നമ്മള് മീൻ പിടിക്കാൻ പോവും. ഞമ്മള് ഇജ്ജ് പോര്, നമ്മ പിടിക്കും. ലുക്കുമാൻ ഉണ്ടെങ്കില് ആൾക്കാർക്ക് ഒരു രസമുള്ളൂ. അത് വേറെ ദീപ. അതാണ് കൽപ്പട്ടി ദ്വീപ്. കൽപ്പട്ടി ദ്വീപിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൽപ്പട്ടി ദ്വീപ്. കൽപ്പട്ടി അത് പൊളി. ആ, നമ്മളോട് ആന്ത്രോത്ത്, പിന്നെ മറ്റേ ദ്വീപ് ഏതാ? കൽപ്പട്ടി, പിന്നെ ഒരു കൊരവെട്ടിയോ എടാ എനിക്കറിയില്ല. ഇവിടുത്തെ എല്ലാ ദ്വീപുകളും പറഞ്ഞ എത്തങ്ങായി എവിടുത്തെ ലക്ഷദ്വീപ് എല്ലാ പേരും കിട്ടും. പറ ആ പറ. ആൾക്കാര് ഏറ്റവും കൂടുതലല്ലേ അവിടെ? ആന്ത്രോത്തിലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരില്? പിന്നെ ആ രണ്ടാമത് ഇവിടെ കവരത്തി ദ്വീപ്. പിന്നെ അവിടുന്ന് കൊറേ ആൾക്കാര് മെസ്സേജ് അയച്ചു, കവരത്തിന്നും ആന്ത്രോത്തുന്നു. പിന്നെ ജിത് പറയും, ജിത് പറയും. അന്നെ ഞാനാർക്കാര് ചിന്നാർക്കണ്ട. അടുത്തതോ അകത്തി അറിയാ.
അമ്മേനി അപ്പൊ ഇതാണല്ലേ ദീപാണേ. ആ അമ്മേനി അല്ലേ നമ്മള് സ്കൂബ ഡൈവ് ചെയ്ത ഓരോ പേര് അങ്ങനെ എന്തോ തന്നെയല്ലോ. ആ മൂപ്പര് ആന്ധ്രത്ത് തരണ. ഓക്കെ, അപ്പൊ ഏതായാലും ഞങ്ങള് അപ്പൊ നമ്മള് ആ ദ്വീപ് ഈ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. പോയോട്ടെ. ഇവിടെ എത്തിയപ്പോ ബീച്ചിന്റെ കളർ മാറി. ഈ കടലിന്റെ സ്വഭാവം എടുക്കാൻ തുടങ്ങിട്ടോ. മിനിക്കോയോ അതൊക്കെ ദ്വീപ. മൊത്തം എത്ര ദ്വീപുണ്ട്? 36 ദ്വീപോ? അതിലൊക്കെ ആൾ താമസം ഉണ്ടോ? 10 ദ്വീപിൽ ആൾ താമസം ഉള്ളൂ. അപ്പൊ ഗായ്സ് മാക്സിമം നനഞ്ഞു. ഇതിൽ കൂടുതൽ നനയല്ല. ഒരു സോപ്പ് എന്തെങ്കിലും കിട്ടുമോ മെഡിമിക്സിന്റെ പതിപ്പിച്ചാണ്ട് കുളി എന്തെങ്കിലും കഴിഞ്ഞി ആകെ ഇത് കാട്ടി കൊടുത്താ ആകെ നനഞ്ഞു ഗൈസ്. കാക്ക കടല നഞ്ഞ് പേടിച്ചോളി. ഡ്രൈവർ മാറിയിരിക്കണു. ലുക്കുമാന ഡ്രൈവർ. ഇനി എല്ലാരും ശ്രദ്ധിച്ചോളി. ലുക്കുമാര 5 മിനിറ്റ് കാക്ക എന്താട്ടി മോനെ 5 മിനിറ്റ് ലിവർ ഒന്ന് പിടിച്ചായിരുന്നു. ആ ലിവർ പിടിച്ചാണ് ഈ പുറം കാണുന്നത്. അതിലാകെ പാളി, ആകെ പിടുത്തം പൊട്ട് വെള്ളം. നേരത്തെ ഇത് ഉണ്ടെന്നുണ്ടെ നേരത്തെ പറഞ്ഞോണ്ടിരുന്നെങ്കിൽ ആ സ്കൂബ ഡൈവിന് ഇട്ട ഡ്രസ്സെല്ലാം ഇട്ട് പോന്നാ മതി. ഇതൊക്കെ എത്ര പറഞ്ഞേ? എന്താ പറഞ്ഞേ ലുക്കുമാന? എന്താ പറഞ്ഞറിയോ? മുട്ടുംകാല് വരെ നനഞ്ഞ മതി. ഇന്നോടൊക്കെ ഇപ്പൊ എന്താ സംഗതി വെച്ചാ മുട്ടുംകാല് മാത്രം നനഞ്ഞിട്ടില്ല, ബാക്കി ഫുള്ള് നനഞ്ഞ്. പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓരോ കാര്യം സംഭവിക്കണേ. ഞാൻ ഇനി മുതല് ലുക്കുമാൻ എന്താ പറയണേ അതിന്റെ വിപരീതമായിട്ട് പ്രവർത്തിക്കും. അതാണ് സംഭവിക്കണേ. ഇതിൽ കൂടുതൽ ഇനി നനയാനൊന്നും ബാക്കിയില്ല. ഓളൊക്കെ നല്ല നനഞ്ഞു. അത് നനഞ്ഞു. ലുക്കുമാൻ പറയണ കേക്കരുത്, കേട്ടാ പോയി. ലുക്കുമാൻ പറഞ്ഞ ലിമോന്റെ തറവാടെത്തി. കണ്ടമാനല്ലേ. പക്ഷെ ഇഷ്ടം പോലെ ലിമോന്റെ വീടുണ്ട്. നല്ല രസമായിട്ടാ വീട്. ലുക്കുമാനാ ഇത് തറവാട് മാത്രമേ ഉള്ളൂ. എല്ലാരും പണിക്ക് പോയതാ. ആരും കാണാനില്ല ലിമോന്റെ. വീട് മാത്രമൊന്നല്ലേ അവന് പറഞ്ഞത്. ഇത് ഒളിച്ചിക്കണേക്കും അതിന്റെ ഉള്ളില്. എങ്ങനെ അതിലേ? ഓ അങ്ങനെയാണല്ലേ. ആണോ? ഓ അത് കേറിനോട് കൂടി ആ ജെല്ല് പോലെ ആവും. നമുക്കിത് പുതിയ അറിവാട്ടോ. ഇത് ഈ കാർട്ടൂൺ കാണുന്ന ഡിസ്കൊക്കെ മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. ഞമ്മള് കണ്ട കാർട്ടൂൺ ഒന്നും ഇപ്പൊ ഇല്ല. ആര്? സൂപ്പർ ശരണ്യ. അതറിയാം. അതിലുണ്ടല്ലേ അത്. ഞമ്മളാണ് അത് ശ്രദ്ധിച്ചില്ല. ആ പറഞ്ഞ മാതിരി ഇത് ബോട്ടിന് ഉള്ളിലത്തെ വെള്ളാണല്ലേ. ഈ കാണുന്ന ബോട്ടിന് ഉള്ളിലത്തെ വെള്ളാട്ടോ. ഇതിലാറുണ്ട് ഇനി ആക്ക് എന്റെ പുറത്തുണ്ട്. ലിമോ അടച്ചിട്ട് പല പല കളറിൽ ക്ലോസ് ആവോ? ആ എന്നാ മാതിരി ആ ഒരു കോൺസെപ്റ്റില് ലിമോ ചെയ്തിട്ട് സാധനം പല കളറിൽ വീട് അങ്ങോട്ട് ക്ലോസ് ആക്കി. അതെ കൊള്ളാം. ലിമോക്ക് മാത്രമേ ഈ കളിട്ടുള്ളൂ. നൈസ്. ദ്വീപിലേക്ക് പോകണി. ഞാൻ ദ്വീപിന്റെ അവിടെ എത്തുമ്പോ കാണിച്ചു തരട്ടോ. ഞാൻ എന്റെ 50 പൈസന്റെ മയക്കോട്ടും കൊണ്ടുപോണ്ട് ഈ കടലത്തെ മഴ ചെറുക്കാൻ തന്നെ ഞാൻ എന്തേക്കാരപ്പോ ഇതിന്റെ അവസ്ഥ.
ടോപ്പായി. എന്തെങ്കിലും ദ്വീപിലെത്താനായോ? കുറച്ചും കൂടെ ഉള്ളൂ. ദ്വീപെത്താനായി ആണല്ലോ. ഇവിടേക്ക് മഴയല്ല, ഇടനടുവിലുള്ളൂ മഴ. ജെറ്റ്സ്കി ഉണ്ടല്ലോ, ജെറ്റ്സ്കി പോണോ? വേണോ? തെറുപ്പിച്ച് പാർപ്പിച്ച് ജെറ്റ്സ്കി രണ്ടാക്കി പോകാനുള്ളേ. ഓ ഇതിന് എവിടെ ജെറ്റ്സ്കിയോ? അത് വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ ഓടിച്ചാൽ മതി. ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ, പിന്നെ വളച്ചു കൊടുക്കണം അതിനുള്ളൂ. അത് ആർക്കും ഓട്ടാ. ആ ആ നീമോ, ബോട്ടിന്റെ പേര് തന്നെ നീമോ. ഇതെന്താണ്? എന്തോ സ്മാരകം എഴുതിച്ചേ? അല്ലല്ലേ, ഇത് ഗവൺമെന്റിന്റെ എന്താ സെറ്റപ്പാ? ബോർഡറാ? ഓക്കെ. മഞ്ഞ് നേരെ തിരിച്ചു പോകുമ്പോഴത്താ പോരെ? ആണോ? അപ്പോഴാ നാക്ക് ഉണ്ടാകുക. ഒരുമിച്ച് പോകാൻ പറ്റില്ല, നാക്കില് പോട്ടെ പോട്ടെ. അതിലെ പോ, നേരെ നടു കൂടെ പോ, ഒരു ബാലൻസിൽ. അയ്യോ അയ്യോ നിങ്ങള് തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞങ്ങള് വരാം. തിരിച്ചു വരുമ്പോ വിളിച്ചാൽ മതി. ഇജ്ജ് നാടിടുക മിന്നില്ലേ? നമ്മളൊരു കാട്ടുകാക്കിയാണ് മിന്നി. സമ്മതിച്ചടാ, നിങ്ങളിതിലെ പോയിക്കോളിയായിരുന്നു. ഒരു കാടാണ്, ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണൂല്ലോ, ഒരു ഐലൻഡ്, അങ്ങനെ ഒരു ഐലൻഡ് അവിടെ നിർത്തിയിട്ടാണ്. നിങ്ങൾ വിട്ടോളി, ഞാൻ പിന്നെ ആരായിരുന്നു. വാ ഷെല്ലിലുണ്ട്, ഷെല്ലുണ്ട്, ഷെൽ ക്രാബ്. കടിക്കോ? വേദനിക്കാൻ മാത്രം കടിക്കോ? ഇപ്പൊ അത് ചെറുതല്ലേ? അല്ല പറയാൻ പറ്റില്ല. ആ ഷെൽ ക്രാബ് അല്ലേ, നമ്മൾ തന്നെ ഒരു പേരിട്ടു, ഷെൽ ക്രാബ് എന്നൊക്കെ. ഏതായാലും ഓക്കെ 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 മനസ്സിലായി. നെജുമാക്കണ ആകെ പൊറുക്കി കിടക്കണേ ഓരോ സാധനത്തിന് കണ്ടാണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ട് പോയിക്കോണ്ടിട്ടാ നെജുമാ, ഇതൊക്കെ ഇവിടെ തന്നെ ഇട്ട് പോയിക്കോണ്ടി, ഇല്ലെങ്കിൽ അടി വരുമല്ലോ അടുത്ത്. എങ്ങനെയുണ്ട്? മുട്ടുംകാലിൻ്റെ അടിയിലേക്ക് നനയുള്ളൂ എന്ന് എന്നോട് ലുക്ക് പറഞ്ഞിരുന്നത്. മുട്ടുംകാല് വെച്ച് ബാക്കിയെല്ലാം നനഞ്ഞിക്കണേ. ഈ ഷർട്ട് ഡാർക്ക് കളറായിട്ട് നിങ്ങൾക്ക് കാണില്ല, അല്ലെങ്കിൽ ഇത് ഫുള്ള് കണ്ടീനി. അക്കൊലത്തിലേക്ക് നനഞ്ഞിട്ടെ ഞാൻ, എല്ലാത്ത അവസ്ഥയായി പോയി. എന്നാൽ ഈ ബാഗ് കൊളുത്തിക്കോ, ഈ മേത്തിട്ടോളെ. നമ്മൾ ഉള്ളിലേക്ക് പോയേക്കല്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറൂലേ? ഉള്ളിലേക്ക് എന്നാ പോയേക്ക. കയറി പോണോക്ക് പക്ഷെ എല്ലാം അതിന്റെ കൂടെ ഉള്ളതാ. നൈസായില്ലേ? ആമ പോലെ തന്നെ ഉണ്ട്. ഡെഡ് ക്രാബ് ഡെഡ്. നീ അകത്ത് കിടക്ക, അകത്ത് കിടക്ക്. പോയേക്കാം 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 പോയേക്കാം. ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ കിട്ടും, ഇതൊക്കെ നാച്ചുറലാണ്. ആ ഓക്കെ. അതെന്താണ്? കളർഫുൾ ഷെല്ല് അവരെത്തി.
ഇവിടെ ആൾ താമസമല്ല. ഇല്ല. അത് ഫുൾ കാടാണത്, കണ്ടറിയില്ലേ? കോറൽസ് ഇല്ല. കോറൽസ് ഇല്ല ഇപ്പൊ കാണിച്ചത്. അതൊക്കെ പൊട്ടിയിട്ട് വരുന്ന സാധനം. മൈമത്തെ പാർട്സുകൾ ഇതൊക്കെ കുറെയൊക്കെ കോറൽസ് പൊട്ടിയിട്ട്, ഇതൊക്കെ കോറൽസിന്റെ ബാക്കിയാ. നമ്മളെ വീട് ഉണ്ടാക്കാനുള്ള കഷ്ടമില്ല. ഓ, ഇതാ ഇതുമ്മ ഉണ്ടാക്കുന്നത് ഇതും സിമെന്റും മിക്സ് ആക്കും. ഓക്കെ, നൈസ് നൈസ് നൈസ്. പോയോക്കട്ടെ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഉള്ളിൽ എന്താ ഉള്ളത്? ജസ്റ്റ് ഇങ്ങനെ കാട്ടുകൾ ഇങ്ങനെ. ഓക്കെ, ഓയ് ഓയ്, ഞങ്ങള് കാട്ടിൽ കയറുന്നു, ഐലൻഡിൽ കയറുന്നു. നമുക്ക് കാട്ടിൽ കയറിയ ഐലൻഡ് ഐലൻഡ്. നിങ്ങളിങ്ങനെ ഒച്ചിനെയും പുജിനെയും നോക്കി നടന്നോളി. അങ്ങനെ കുറച്ച് ഡിസ്കാളെ. നിങ്ങളെന്നാ വല്ല മൃഗശാലയ്ക്കും പോയിക്കോളി. ഞണ്ടിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് ഇപ്പൊ ട്രക്കിംഗ് ആയി. എടാ, ഇങ്ങനത്തെ കാട്ടിലൊക്കെയാണ് ആനാക്കൊണ്ടൊക്കെ ഉണ്ടായത്. ഇത് അങ്ങനത്തെ കാട്. അല്ലാ, നൈസ് 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 നൈസ്. ജിനോ, ഇതെടുത്തോ പോർട്രേറ്റ് വീഡിയോ. ആ, .5 എടുത്താൽ മതി, രസം ഉണ്ടാവും. എടാ അജ് മിന്നിയോ സമ്മതിച്ച് ഐലൻഡ് കൊണ്ടുപോയിട്ടേ പതുക്കെ അജ്ജ് സ്കൂട്ടായ വിശേഷമായി. എടാ ഇതെന്താടാ? സസ്പീഷ്യസ് ആയിട്ടൊരു ചെരുപ്പ് പോലെ. ആ, ഇത് വാറ് പൊട്ടിയതാണ്. ഞാൻ വിചാരിച്ചു ലുക്ക് കൂടെ കൊണ്ടുവന്നാണ് ആൾക്കാരെ വെട്ടണ വിചാരിച്ചു. അടച്ചോനെ, ഞാൻ കാളി. ചെരുപ്പ് പൊട്ടിയതാട്ടോ. ആ, ഇപ്പൊ നമ്മളെ നാട്ടിലത്തെ മാതിരിയായി. നാട്ടിലത്തെ പറമ്പ്. അപ്പുറത്തെ സൈഡ് എത്തിയോ? ഇത് ഭയങ്കര ചെറുതാല്ലേ ഐലൻഡ്? തെങ്ങുണ്ടായിരുന്നോ? തെങ്ങുണ്ടായിരുന്നോ അവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, അതാ അതാണ് തെങ്ങിന്റെ. ഓ, ഫ്ലൈറ്റിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്ലൈറ്റിന്റെ ലാൻഡിങ്ങിന് ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ തെങ്ങൊക്കെ വെട്ടിക്കളഞ്ഞു. നൈസ്. ഉപയോഗിക്കോ. കാട്, പക്ക കാട്, റിയൽ കാട് മൂട്. ആയിവാ, അപ്പം നമ്മള് കിടിലൻ വ്യൂവിലേക്ക് എത്തി. നൈസ് 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 നൈസ്. ഇത് മൂട്, ഇത് പൊളി. ആ, പണ്ട് ബ്രിട്ടീഷുകാര് ആനയുണ്ട് നോക്ക്, അതിന്റെ വലുതാ. ആ ഒച്ചുള്ള ഞണ്ടില്ലേ, അതിന്റെ വലുത്. അതെന്ന് ആ പോണ്. ആ, പറ. ബ്രിട്ടീഷുകാർ ഇവിടെ ആക്രമിച്ചപ്പോ അല്ലേ, ആ, ഇവിടെ ഒരു ഉമ്മയോ കുട്ടിയോ എന്ത് ചെയ്ത് അവിടെ നിന്ന് അവരിന്ന് ഒളിച്ചു വന്ന് ഒളിച്ചു നിന്ന സ്ഥലമാണിത്. ഇതോ? ആ, ആളെ പേര് ബി കുഞ്ഞി ബി എന്നാണ്, ആ ഉമ്മാന്റെ പേര്. ഇത് വലിയൊരു പാറായിരുന്നു. ഫുള്ള് പൊട്ടി പോരാ അടിച്ചടിച്ച്. അപ്പൊ ഇതിന് പറയുന്നത് ബി കുഞ്ഞിബി പാറ എന്നാണ് പറയുന്നത്. ബി കുഞ്ഞിബി പാറ. ബി കുഞ്ഞിബി പാറ. അന്ന് പേരില്ല, അത് മാത്രമാണ് ഒളിച്ചേക്കാൻ പാറ. നൈസ് നൈസ് നൈസ്.
ഈ പാറൊക്കെ പൊട്ടിച്ചതാ തോന്നണേ, അതോ വെള്ളം കൊണ്ടായിരിക്കും കുറേയൊക്കെ. പക്ഷെ നല്ല രസമായി അല്ലേ, കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഗൈസ് ഇതാണ് സ്ഥലം. ഇനി ഞാൻ ലുക്കുമാൻ്റെ പിരാന്ത് പാവടാ, റിസ്ക് എടുക്കണേ. ഇജെന്താ കാട്ടണേ ചങ്ങായി, രണ്ടാൾക്ക് അടിച്ചൂലേ, കടിച്ചെന്നൊക്കെ. എന്ത് ഊതുമ്പോ ചുണ്ടൊന്ന് മാറ്റി ഊതിയാളാ, ചുണ്ട് ചിരിയൊക്കെ പാടെ പോവും. അതിന് നിലത്ത് വെച്ച് നോക്കി, അപ്പൊ പോവുണ്ടാവും. നോട്ടെ പോണില്ലേ, അത് പോണില്ല ഗൈസ്, അത് പോണില്ല. ഓക്കെ, അപ്പോൾ ദീപുണ്ട എനിക്ക് രാവിലെ തന്നിക്കണ ലുക്കു, പക്ഷേ എനിക്ക് തിന്നാൻ കൂടിയില്ല. ആ നേരത്ത് സ്കൂബ ഡൈവിൻ്റെ തിരക്കിലായി പോയി. അപ്പോൾ ഏതായാലും ഇത് തിന്നോക്കട്ടെ നമുക്ക്. ഇതെന്താണത്, കയറേറ്റ് കെട്ടിയൊക്കെ ചെയ്തിരിക്കണ സൈഡിൽ കൂടെ. ഇതിങ്ങനെ ഇതെന്തായിട്ട് പൊതിഞ്ഞിക്കണേ, വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ്. വായൻ്റെ ഇലയുടെ ഫ്ലേവർ ഉണ്ട്. തേങ്ങയും ശർക്കരയോ? അത് രണ്ടും മാത്രമേ ഉള്ളൂ. കാരക്ക ഉണ്ടോ? കാരക്ക ഉണ്ട്. ശർക്കര ഓ എന്നോട് എന്താണ് എനിക്ക്, ഞാൻ ദ്വീപിലാണ് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചാണ്ട് ചോദിച്ച് അവിടുന്ന് ശർക്കര കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ച്. അത് ഈ ഷുഗറുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നിങ്ങളെ ഈ പറഞ്ഞ നാച്ചുറൽ ആയതുകൊണ്ടിരിക്കും അല്ലേ, പ്രോസസ്ഡ് ഷുഗർ അല്ല നമ്മൾ യൂസ് ചെയ്യണ. ഇത് നമ്മളെ നാട്ടിലത്തെ തേങ്ങോട്ടായില്ലേ, നമ്മൾ തേങ്ങോട്ടായി അറിയില്ലേ, ആ ടേസ്റ്റ് തന്നെ, ആ സെയിം സാധനം. പക്ക നാടനാണ്, മനസ്സിലായി. ചിരട്ടപ്പൊട്ട് കിട്ടി. അപ്പോൾ സംഗതി അടിപൊളി കേട്ടോ. ഇത് ദീപാര സ്പെഷ്യൽ സാധനമാണ്, പേര് ദീപുണ്ട. ഓക്കെ, ഇനി നാളെ ലുക്കു നീര സെറ്റാക്കി തരാം. മീര. അപ്പൊ മീരനെ മീര സെറ്റാക്കി തരാറാണ്. അപ്പൊ മീര ഒന്ന് കുടിച്ചു നോക്കണം. അത് കുടിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഓക്കെ, യെസ് ഈ ഷെല്ല് കണ്ടിന്. പേര് മറന്നു, സത്യം പറഞ്ഞ പേര് മറന്നു. അതുപോലത്തെ ഒരു സാധനമാണ്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മുടെ കയ്യോ കാലോ കുടുങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂ, ലോക്കാവും. അതിങ്ങനെ ഉറുക്കി കഴിഞ്ഞാൽ നമ്മ കൈ മുറിഞ്ഞു ഭയങ്കര ഷാർപ്പായി. ഇതിപ്പോ ഇതാക്കിയോണ്ടാ, ഇപ്പൊ ഇതിന്റെ അതൊരു ഇതുണ്ടാവും, ജീവനുള്ള ഒരു ഇതുണ്ടാവും. കടലിലേക്ക് ഇറങ്ങി പോവല്ലേ ഒന്നായിട്ട്, അന്തം മുട്ടാണ്ട് നെജുമ അന്തങ്കമ്മിയായി പോകണ്ടായില്ലേ. എല്ലാവരും ഓരോ ഏറ്റിയപ്പം എന്താത്ത സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഒക്കെ നിലത്തിട്ടിട്ട് പോരിട്ടോ, ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഒക്കെ ദ്വീപിൻ്റെ മുതലുകളാണ്. ഈ 2 ഡിസ്കുകൾ മുട്ടായി ഇറക്കലിന് കുട്ടികൾ മുട്ടായി ഇറക്കണ മാതിരി ഇവിടുത്തെ കല്ലും മണ്ണൊക്കെ പൊറുക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഇവിടുന്ന് കൊണ്ടാകാൻ പറ്റില്ല. ഒരു 10,000 വട്ടം പറഞ്ഞാൽ കേൾക്കൂല. കുട്ടിയാ ഞങ്ങൾ പോകട്ടോ, ഞങ്ങൾ പോവുകയാണ്, നമുക്ക് പോവുക, നമ്മളെല്ലാവരും പോവുക. ബോട്ട് താടെ നമ്മളെ കൊണ്ടുപോകാനുള്ള ബോട്ടെത്തി. അയ്യവാ, നാളെ നമ്മൾ ഫിഷിങ്ങിന് പോകണ്ട്. അപ്പോൾ എല്ലാവരും ദമ്മിൽ ചാടി നിന്നോ കേട്ടോ. നാളെ ഫിഷിങ്ങിന് പോകണ്ട്. ഫിഷിങ്ങിൻ്റെ വ്ളോഗൊക്കെ വരാണ്ട്. അപ്പോൾ ഉസാറായി നിൽക്കുക. ഓക്കെ, ഇനി കണ്ണ് മേലേക്ക് നോക്ക്, വെറും താഴത്തേക്കൊക്കെ നിൽക്കല്ലേ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ തിരിച്ച് നമ്മൾ അകത്തേക്ക് തന്നെ പോട്ടെ. ഓക്കെ, ലക്ഷദ്വീപ്സ് എഴുതിക്കണം. ലക്ഷദ്വീപ്സ് ഇനി പണ്ട് പറഞ്ഞിരുന്നാണ് ലുക്ക് നമ്മോട് പറഞ്ഞത്. ലക്ഷദ്വീപ് അല്ല, ലക്ഷദ്വീപ്സ് ഇനി പണ്ട് ലക്ഷദ്വീപ്സ് ആയിരുന്നു ഇത്രേ. അതിന് ശേഷമാണ് ലക്ഷദ്വീപായി മാറിയത്. അപ്പോൾ കൽപ്പിറ്റി ഐലൻഡിൻ്റെ ചെറിയൊരു സ്മാരകം. എന്താണ് കാട്ടുണ്ടോ? നോക്കട്ടെ കാട്ടിയുണ്ടോ? എന്നാ വീഡിയോ പാക്കട്ടെ, എന്നിട്ട് കാട്ടിക്കൊണ്ടോ. ഇടക്കിടക്ക് അനക്കിട്ടരാ. കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും കഴിക്കും. ഹാപ്പി ആയി. എലൈറ്റ് കുക്കീസ്, റിച്ച് ബട്ടർ. ഒന്നുകൂടി വേണോ? താങ്ക്സ്. ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോകാൻ പറ്റുമോ?
എന്താണ് നേരത്തെ എന്തിനാ ഓരോ ഫോട്ടോ ഓരോ ഫോട്ടോ ഇതെന്താ കാട്ടുക? ഇരുമ്പ് ഇരുമ്പില് എവിടെ ഇരിക്കാം? ആട്ടല് ആക്കാൻ കുലിക്ക്. യജമ ബിസ്ക്കറ്റ് ഇട്ടപ്പോ മുണ്ടാട്ടം തന്നെ നിർത്തി. വെറും ബിസ്ക്കറ്റ്. അല്ല ആളാജി ഒരു ബിസ്ക്കറ്റ് കൂടി ഉണ്ട്. ലുക്കൊന്ന് കുടിച്ചാ ഇതൊന്ന് പൊട്ടിച്ചോട്ടെ. നല്ല രസമുണ്ട് കേട്ടോ ബിസ്ക്കറ്റ്. ഇതിവിടെ കപ്പലില്ല. കപ്പലിൽ നമ്മള് ചായ കുടിക്കുമ്പോ രാവിലെ ചായ ഒക്കെ ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഫുഡിന്റെ സമയം കഴിഞ്ഞിട്ട് ചായ ഉണ്ടാവും. അപ്പൊ ഈ ബിസ്ക്കറ്റ് ചായയും ഈ ബിസ്ക്കറ്റും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാവും. അടിപൊളി കണ്ടനെ കിട്ടുക. അയ്യോ അയ്യോ ഇനി പേടില്ല. അത് ശരിയാ സേഫ്. അല്ല കാക്ക അതിനൊരു വലിയ ദമ്മില്ല കേട്ടോ. ഓടിയായിരുന്നു പോട്ടെ പോട്ടെ പോട്ടെ. മറ്റേ സാധനം ഓറമാമി ഓറമാമി. ഇത് അടിപൊളി പരിപാടി കേട്ടോ. പിന്നെ ഒരു ചെരിച്ചിലുണ്ട് കിട്ടും ഇങ്ങോട്ട്. ഇത് ഇങ്ങോട്ട് എന്നാളാ അതിന് മാത്രം തമ്മില്ല ഇതിന്. ഇത് വലിയ ബലമില്ലാത്തൊരു എന്തേ ഇതെന്താ കാട്ടണ്? ആ വെള്ളം കുടിച്ച്. ഓ ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് കാണാൻ രസമുണ്ട്. ഇല്ലേ ലുക്കോ ലുക്കോ ആ ഫോൺ എനിക്ക് വേണ്ടി ഓന് കൊടുക്ക്. ഫോണൊന്നും തരുമോ? താങ്ക്സ് ബ്രോ. അങ്ങനല്ല അയ്യവാ ഒരു രക്ഷയില്ല. നല്ല എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്. അവിടെ നിങ്ങൾ പെട്ടെന്ന് എത്തിയാലോ. ഈ കപ്പലിൻ്റെ കപ്പിത്താൻ ഞാൻ തന്നെ. ആടാ ആടാ മോട്ടറൊക്കെ ചൂസാറാ. കൈയൊക്കെ വിട്ടാണ്ടേ ഓറോ ഫാമിങ് എടുക്കാനാണ് അവൻ പറയുന്നത്. അത് ചെയ്താൽ നല്ല കോലം ഉണ്ടാവും നമ്മളെ ദീപത്താനായിട്ടാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. എമ്മ വള്ള കുട്ടികളെ കണ്ടോളി. ഗ്ലാസ് മാതിരി നിലാണ് കാണുന്നത്. ഇത് നമ്മളെ കണ്ണിന് കാണുന്ന ക്ലിയർ ക്യാമറ കിട്ടാത്തതുകൊണ്ടാണ്. അമ്മാതിരി ലുക്കുണ്ട് സംഗതി. നമ്മൾ ബോട്ട് ഇപ്പോൾ കരക്കടി കേട്ടോ. കുറച്ചുകൂടി പോകാനുള്ളൂ. ആമകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം നടക്കണ്ടേ. തരണ്ട കണ്ട് 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 കണ്ട്. ഓ നല്ല സ്പീഡ് ഉണ്ടല്ലേ തരണ്ടി. ഇതിൻ്റെ ഒലറ്റിൽ നിങ്ങൾക്ക് കാണൂല. കല്ലിൻ്റെ കൂട്ടത്തില് സ്നാക്സ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞാണ്ട് എന്താക്കി ഫുഡ് കഴിക്കാൻ വന്നിക്കണേ. ആരേക്കാരം കൊണ്ടുവന്നിക്കുക ലുക്കോ
ലുക്ക് ദ്വീപില് ഷവർമ കിട്ടും. അപ്പൊ ദ്വീപിലെ ഷവർമ എന്നാ പോകുന്നതാണ്. ഷവർമ അവിടെ മേക്കിങ്ങിലാണ്. പിന്നെന്താ നമ്മളൊരു ഗ്രിൽഡ് ഫിഷ് ഒക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ സാധനം ഏതായാലും തിന്നോട്ടെ ഒരു വരട്ടെ. ഇപ്പം നമ്മൾ തൽക്കാലം സ്റ്റാർട്ടറായിട്ട് സ്നാക്സ് പറഞ്ഞിങ്ങനെ. ഇനി ഫിഷൊക്കെ വരുമ്പോൾ ഫിഷൊക്കെ അടിക്കാം. ഓക്കെ, ഷവർമ ഫിഷൊക്കെ. ലുക്ക് അങ്ങനെ ചിറിച്ചുണ്ട്. എന്തൊക്കെ കഥ കണ്ടറിയാട്ടോ. ഈ കിണ്ണം കാച്ച മീന് പാരറ്റ് ഫിഷ് അല്ലേ? ആ ശരി കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ പാരറ്റ് ഫിഷ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെ മറ്റേ ഗോൾഡൻ ഫിഷിന്റെ ഒക്കെ മാതിരി. പാരറ്റ് ഫിഷിനെ പൊള്ളിച്ചതാണിത്. ഇതൊക്കെ നമ്മള് പൊറോട്ടയും പറഞ്ഞേ. ചായയും കുടിച്ച് വൈകുന്നേരം ബീച്ചിന്റെ സൈഡില് വർത്താനം പറഞ്ഞിരിക്കണ്. ഒരു അച്ചീവ്മെന്റ് ആക്കി എടുത്തില്ലാകെ. ചിക്കനെ കൂട്ടലുണ്ട് ഇപ്പൊ. ഞാനിപ്പോ ചിക്കനെ കൂട്ടലുണ്ടായിരുന്നു. അല്ല ഏതായാലും ഇത് കഴിച്ചു നോക്കി. എല്ലാരും കഴിക്കി അഭിപ്രായം പറ. കണ്ട് എന്താ അവസ്ഥ? കുഴപ്പമില്ല. വിചാരിച്ചു നോക്ക്. എന്ത് മീമാണ്ടേ എങ്ങനെയുണ്ട്? കുടിച്ച ഞാനത് തിന്നോട്ടെ. ആയിക്കട്ടെ. എന്താ അങ്ങനെ അല്ല ഞാൻ അല്ലേ അങ്ങനെ വരണോ? ഡ്രൈ ആയി കഴിഞ്ഞാല് അതിനെ കിട്ടില്ല. അതെ അതെ ചങ്ങായി ഇങ്ങനെ ഒരു മീന് കണ്ടിട്ട് അന്നെ സമ്മതിച്ചാടാ. കണ്ടോളി, ലക്ഷത്തിൽ ഒന്നേ കാണൂ ഇങ്ങനെ ഒരു ഐറ്റം. ഇങ്ങനെ ഒരു മീൻ പൊള്ളിച്ച് വെച്ചിട്ടേ അതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഞാനിപ്പോ ചിക്കനൊക്കെ ഇപ്പൊ തിന്നാൻ തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. സമ്മതിച്ചടാ എന്നെ. അതെ സമ്മതിച്ച് അവിടേക്ക്. അപ്പൊ ഏതായാലും നമ്മൾ ഇനി ഫുഡ് അടിച്ച് തീർക്കട്ടെ. ഇപ്പൊ കൂടുതൽ ഞാൻ വർത്താനം പറയാൻ നിൽക്കില്ല. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞങ്ങള് തീർക്കട്ടെ കേട്ടോ. നല്ല സ്റ്റൈൽ തീറ്റൊക്കെ ഒഴിവാക്കാൻ അപ്പോഴേ പറ്റുള്ളൂ. എന്നായിക്കോട്ടെ. ആ നടക്കണ ആമ അവിടെ വരുന്ന വേറെ രണ്ടെണ്ണം അല്ലേ? അവിടെ അപ്പുറത്തുണ്ട്. അവൻ താഴ്ത്തല്ല. മേലേക്ക് വരുന്നേക്കണോ? അപ്പൊ കൗത്തണ്ടിച്ചു അപ്പൊ പൊങ്ങി വരിക. അവനൊന്ന് തല ചെറൊക്കെ അടിച്ച് നീന്തണം വരില്ലേ? ഇപ്പൊ പൊന്തിട്ടോ. അങ്ങനെ പൊന്തണം. ഇപ്പൊ പൊന്തു. വലിയ ആമൻ തിന്നിട്ട് വന്നിട്ടില്ല. ആമനെ കഴിക്കും. പെടയും മീനെ പിടിച്ചോ. അതിന്റെ അമ്മേ മീനിനെ പിടിച്ചാൽ ഇടങ്ങേറുകള്. അതിനകത്ത് പോയിക്കിട്. ഇങ്ങനെ ഈ 50 തുണിക്കണ്ടം കൊണ്ട് വന്നിങ്ങനെ ചത്തിട്ട് പിടിച്ച ചത്ത മീനിനെ ആർക്കും പിടിക്കാം. ജീവനുള്ള മീനിനെ പിടിക്കാന് സൂപ്പർ മീന്. ചത്തില്ല കേട്ടോ. ശ്വാസം എടുക്കാണ്ട് ആ കാക്ക വലിച്ചേറ്റാ. അത് ഇതാണ് കണ്ടില്ലേ? മണക്കും അതാണ്. ഇങ്ങനെ കുറച്ചിങ്ങനെ കയ്യിൽ പിടിച്ചാ മതി. പിടിച്ചോ ഇനി പിടിച്ചോ. വാലുമ്പ പൊടി. ആ ചത്തിട്ടൊന്നുമില്ല. എങ്ങനെ പിടിച്ചാ മതി.
അങ്ങനെ പിടിക്കുക. അങ്ങനെ പിടിക്കുക. ലുക്കു പ്രൊഫഷണൽ മീൻ പിടുത്തം. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഇടി. ഇതാര് മെയിന് ഞാൻ അങ്ങോട്ട് പോലെ കാക്കന്നെ പിടിച്ച് തോട്ടിക്കിടും, അല്ല കടലിക്കിടും. പേടിച്ചാ ജയിക്കിടും. ഇവിടെ നോട്ടെ, പേടിയാണ്. നക്കി നോക്ക്, ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് ഞാൻ ഉണ്ടാക്കിയ ചാവാൻ കുറച്ച് ടൈം എടുക്കും. അത് ചായ ടൈം എടുക്കും. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി പരിപാടികൾ നാളെ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. നാളെ നമ്മൾ അടിപൊളി എന്താ പറയുക ഫിഷിങ്ങിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നാളെ പോയി വന്നിട്ട് കാണാം. ഓക്കെ.